പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിൻ്റെ മൂന്നാമത്തെ മേഖലയാണ് ക്രിയേറ്റീവ് ഫെയ്ത്ത്, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസം. ഏലിയ പ്രവാചകന് ഈ വിശ്വാസം ഉണ്ടായിരുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസം. അതുകൊണ്ട് ഏലിയ പ്രവാചകൻ കൊടും വേനൽ, ഒട്ടും മഴയ്ക്ക് സാധ്യതയില്ല, പൊരുവെയിൽ, കൊടും വേനൽ അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഏലിയ പ്രവാചകൻ ആ മലയുടെ മുകളിൽ കയറിയിരുന്നിട്ട് ആഹാബ് രാജാവിനോട് പറഞ്ഞു, ഇന്ന് മഴ പെയ്യും. എന്നിട്ട് ഏലിയ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഭൃത്യനോട് പറഞ്ഞു, മഴ പെയ്യുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഭൃത്യൻ ഓടിപ്പോയി പുറത്ത് പോയി നോക്കിയിട്ട് ഗുഹയ്ക്കുള്ളിൽ വന്നിട്ട് പറഞ്ഞു, മഴ പോയിട്ട്, മഴക്കാറ് പോയിട്ട് ഒരു പൊടിമേഘം പോലും കാണാനില്ല, പൊരി വെയിലാണ് കാണുന്നതെന്ന് പറഞ്ഞു. വീണ്ടും ഏലിയ പ്രാർത്ഥിച്ചു, മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞു. ഗുഹയ്ക്കുള്ളിൽ പോയി നോക്കാൻ പറഞ്ഞു. പോയിട്ട് പറഞ്ഞു, വെയിലുമില്ല, ഒന്നുമില്ല, അല്ല മഴയില്ല, ഒന്നുമില്ല, തീ വെയിലാന്ന് പറഞ്ഞു. വീണ്ടും ഏലിയ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് 7 തവണ പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ. എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ ഒട്ടും സാധ്യതയില്ലാതെ വരൾച്ചയുടെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മേടച്ചൂടെന്ന് കേട്ടില്ല, അതുപോലെ മേടത്തിൽ പ്രാർത്ഥിച്ചു, അതുപോലെ അങ്ങനെയുള്ള കൊടും വെയിലാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7ാം തവണ ഏലിയ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഭൃത്യനോട് നോക്കാൻ പറഞ്ഞ്, ഭൃത്യൻ നോക്കിയിട്ട് വരുമ്പം പറഞ്ഞു, ഒരു കൈപ്പത്തിയോളം വലിപ്പമുള്ള ഒരു മേഘത്തിൻ്റെ കഷ്ണം അവിടെ കാണാനുണ്ടെന്ന് പറഞ്ഞു. എന്തായി, പെട്ടെന്ന് ആ മേഘം അങ്ങോട്ട് വർദ്ധിച്ച് മിനിറ്റുകൾ കൊണ്ട് ആകാശം മുഴുവൻ കാർമേഘപൂരിതമായി ഇടിവെട്ടി മഴ പെയ്തു. വഴിയിലുണ്ടായിരുന്ന ആഹാബും കൊണ്ടിരുന്ന് നനഞ്ഞിട്ടുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ആഹാബ് രാജാവ് ഏലിയായോട് മഴ പെയ്യാൻ അഭ്യർത്ഥിച്ചിട്ട് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് മഴ പെയ്ത് നനഞ്ഞു കുതിർന്നിട്ടുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതാണ് ക്രിയേറ്റീവ് ഫെയ്ത്ത്. മഴ പെയ്യാൻ ഒരു സാധ്യതയില്ലാതിരുന്ന സമയത്ത് ഏലിയ പ്രാർത്ഥിച്ചു, മഴക്കാരനെ വരുത്തി മഴ പെയ്യിച്ച്. അതാണ് ഹെബ്രായ 11:1. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടുന്നത് ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇങ്ങനത്തുള്ള വിശ്വാസം ഇന്ന് ഒരുപാട് വിശ്വാസികൾക്കുണ്ട്, ഒരുപാട് ആളുകൾക്കുണ്ട്. പക്ഷേ ഈ വിശ്വാസം കൊണ്ടൊന്നും ആർക്കും നിത്യരക്ഷ കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഒരു വെടിക്ക് മരുന്ന് കയ്യിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കൊള്ളാം, കയ്യിൽ വെച്ചോ കുഴപ്പമൊന്നുമില്ല, വീടും സ്വത്തും ധനവും മക്കളും ഒക്കെ ഉണ്ടാവുമെന്നൊക്കെ ശരി തന്നെ, കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നിത്യരക്ഷയോട് തുലനം ചെയ്യുമ്പോൾ ഇതൊക്കെ എന്താണ്? ഒന്നുമില്ല. അപ്പം ഇതൊന്നും നിത്യരക്ഷയ്ക്ക് കാര്യമായിട്ട് ഉപകാരമുള്ള വിശ്വാസങ്ങളല്ല. പ്രൈസ് ദി ലോർഡ്. നിത്യരക്ഷയ്ക്ക് നമ്മളെ സഹായിക്കുന്ന വിശ്വാസമാണ് അടുത്ത വിശ്വാസം, അടുത്ത മേഖല. അതാണ് വിശ്വാസത്തിൻ്റെ 4ാമത്തെ മേഖല. അതിൻ്റെ പേരാണ് റിഡംപ്റ്റീവ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ 4ാമത്തെ തലമാണ് റിഡംപ്റ്റീവ് ഫെയ്ത്ത്, രക്ഷ നൽകുന്ന വിശ്വാസം. അതാണ് അപ്പോസ്തല പ്രവർത്തനം 16:31. അപ്പോസ്തല പ്രവർത്തനം 16:31 ഇങ്ങനെ പഠിപ്പിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാണ് റിഡംപ്റ്റീവ് ഫെയ്ത്ത് അഥവാ രക്ഷ നൽകുന്ന വിശ്വാസം. റിഡംപ്റ്റീവ് ഫെയ്ത്ത് അല്ലെങ്കിൽ രക്ഷ നൽകുന്ന വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാൻ പാടില്ല റിഡംപ്റ്റീവ് ഫെയ്ത്ത്, രക്ഷ നൽകുന്ന ഈ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ലാതെ ഒരുപാട് കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ദൈവം രക്ഷിക്കുന്നു, യേശു രക്ഷിക്കുന്ന കേട്ടിട്ടുണ്ടെന്നല്ലാതെ എന്താണ് ഈ രക്ഷ എന്നുള്ളത് അറിയാതെ അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോഴാണ് അപ്പോസ്തല പ്രവർത്തനം 16:31 പറയുന്നത്, നീ കർത്താവായ യേശു വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതിനെക്കുറിച്ച് വീണ്ടും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തുന്ന മറ്റൊരു വചനമാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 5-ാമത്തെ അധ്യായം. അവിടെ ഇങ്ങനെയാണ് പറയണത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന അത്യുന്നതമായ ദാനമാണ് പുതിയ സൃഷ്ടിയാകാനുള്ള കൃപ. എന്താണ്? പുതിയ സൃഷ്ടിയാകാനുള്ള കൃപ. അത് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിലുണ്ട്. 2 കൊറിന്തോസ് 5:17. യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് രക്ഷ കിട്ടുമെന്ന് പറയുന്നത് വേറൊരു വാക്കാണ് ബൈബിൾ ഉപയോഗിക്കുന്നത്, പുതിയ സൃഷ്ടി. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതുവരെയുള്ളതെല്ലാം കടന്നുപോയി പുതിയതൊന്ന് വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ. അതാണ് പുതിയ സൃഷ്ടി. ഇപ്പോൾ നമ്മളിപ്പോൾ ജനിച്ചൊരു 30 വർഷമായെന്ന് വിചാരിക്കുക. 30 വർഷമാകുമ്പോഴാണ് 30ാമത്തെ വയസ്സിലാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നത്, യേശുക്രിസ്തുവിനെ അറിയുന്നത്, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത്. അങ്ങനെ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ആ 30ാമത്തെ വയസ്സിൽ ആ വ്യക്തി എന്തായി മാറി? പുതിയ സൃഷ്ടിയായി. അപ്പോൾ ആദ്യം ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ പേരെന്താണ്? അത് പഴയ മനുഷ്യൻ, ഇത് പുതിയ മനുഷ്യൻ. അപ്പം അവിടെ ഒരു ജനനം നടക്കണം. ആ ജനനത്തിൻ്റെ പേരാണ് വീണ്ടും ജനനം. രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാലും, പുതിയ സൃഷ്ടിയാകുക എന്ന് പറഞ്ഞാലും, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാലും ഒരർത്ഥം തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ബൈബിളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പ്രഖ്യാപിക്കുമ്പോഴൊക്കെയും യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഉന്നതമായ ഒരു അഭിഷേകം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് 3 വാക്കുകളാണ് ബൈബിൾ ഉപയോഗിക്കുന്നത്. 1 രക്ഷ പ്രാപിക്കുന്നു, 2 പുതിയ സൃഷ്ടിയാകുന്നു, 3 വീണ്ടും ജനിക്കും. ഇത് 3 ഒന്ന് തന്നെയാണ്. രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാലും, പുതിയ സൃഷ്ടിയാകുക എന്ന് പറഞ്ഞാലും, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അന്ന് മുതൽ ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ നിങ്ങളിൽ ചിലർ ചിന്തിക്കും, ഞാനിപ്പോൾ എൻ്റെ കള്ളുകുടിയെ കുറിച്ച് മനസ്സിലാക്കി, എൻ്റെ കള്ളുകുടിയുടെ തിന്മയെക്കുറിച്ച് ബോധ്യപ്പെട്ട് അതിനെക്കുറിച്ച് എനിക്ക് പശ്ചാത്താപം ഉണ്ടായി, അത് ഉപേക്ഷിച്ച് ഇനി കള്ളു കുടിക്കാതിരുന്നാൽ ഞാൻ ദൈവത്തിന് സ്വീകാര്യനായ മനുഷ്യനാവുകയില്ലേ? ആവുകയില്ല. നീ മനുഷ്യരുടെ മുമ്പിൽ ഒരു നല്ല മനുഷ്യനായിരിക്കാം, എന്നാൽ ദൈവത്തിന് മുമ്പിൽ നീ നല്ലവനല്ല. ദൈവത്തിന് മുമ്പിൽ നല്ലവനാകണമെങ്കിൽ നീ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു പുതിയ സൃഷ്ടിയാകണം. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവദാസൻ ഒരു ദിവസം ഒരു പട്ടണത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവദാസന്റെ ശ്രദ്ധയിൽ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടു. ആ ബാനറിൽ രേഖപ്പെടുത്തിയിട്ട് ഇങ്ങനെയാണ്, ഇതാ ഇവിടെ ഒരു ഡോഗ് ഷോ നടക്കുന്നു. ഉടനെ ദേവദാസൻ ആകാംക്ഷയായി ദേവദാസൻ ഒരു ടിക്കറ്റ് എടുത്ത് ഡോഗ് ഷോയ്ക്ക് കയറിയിരുന്നു. അങ്ങനെ ഡോഗ് ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ കുറേ 10-40 തടിച്ചു കൊഴുത്ത തടിമാടൻ പട്ടികൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ ദേവദാസന് വലിയ സന്തോഷമായി. നമ്മുടെ നാട്ടിൽ അട്ടപ്പാടി പോലെ ദേശത്ത് ചില പട്ടികളെ കണ്ടത് ചൊക്കിളി പട്ടികൾ, അതുപോലെയല്ല, ഇത് നല്ല പോലീസ് നായ്ക്കൾ പോലെ ഇറച്ചിയും മീനെ കഴിച്ച് വളർന്ന നല്ല പട്ടികളാണ്. അത് ഒരു പശുവിൻ്റെ അത്രയൊക്കെ വലുപ്പം ഉണ്ടാവും, വലിയ പട്ടികൾ. ഇതാണ് വലിയ അത്ഭുതം കൂറി ഇങ്ങനെ ദേവദാസൻ നോക്കിയിരിക്കുകയാണ്. ഇതായിരിക്കും ഡോഗ് ഷോ എന്ന് വിചാരിച്ച് നോക്കിയിരിക്കുമ്പം ഇതാ വീണ്ടും ഒരു വിസിൽ മുഴങ്ങി. അപ്പോൾ ഇതാ ഈ തടിച്ച നായ്ക്കളുടെ മുമ്പിൽ കൂടെ ഇതാ വരുന്നു ഒരു മാൻപേട. മാൻപേട വന്നതോടുകൂടെ ദേവദാസൻ്റെ ചങ്കിടിപ്പ് വർദ്ധിച്ചു. കാരണം എന്താ? അട്ടപ്പാടി പോലുള്ള പ്രദേശത്ത് ഈ ചൊക്കിളിപ്പട്ടി ആണെങ്കിൽ എഴുന്നേറ്റിക്കാൻ ജീവനില്ലാത്ത ചാവാലിപ്പട്ടികളാണെങ്കിൽ പോലും എലീനെയോ പൂച്ചേനെയോ കണ്ണാനെയോ എല്ലാം കണ്ട പിന്നാലെ ഓടി ചെന്ന് അതിനെ കടിച്ച് കുടഞ്ഞ് അതിനെങ്ങനെയെങ്കിലും അതിനോട് വേണ്ട ശൗര്യം കാണിക്കും, ഇല്ലേ? ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഇതാ ഇത്രയും 10-40 തടിമാടൻ പട്ടികളുടെ ഈ നടുവിലേക്ക് ഇതാ ഒരു മാൻപേട വന്നിരിക്കുന്നത്. ഈ മാൻപേടനെ കണ്ടതും നമ്മുടെ ദേവദാസൻ അങ്കലാപ്പായി. ദേവദാസൻ അങ്ങനെ ആകുലപ്പെട്ടിരിക്കുമ്പോൾ ഇതാ ഈ മാൻപേട അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി സ്റ്റേജിൻ്റെ അപ്പുറത്തേക്ക് പോയി. ഒറ്റ പട്ടികൾ പോലും ഈ മാൻപേടനെ കടിച്ചുമില്ല, നശിപ്പിച്ചുമില്ല. ദേവദാസൻ അത്ഭുതമായി. ദേവദാസൻ പറഞ്ഞ് സമ്മതിച്ചിരിക്കണം എന്ന് പറഞ്ഞ് ഈ നായ്ക്കളെ. കാരണം എന്താ? നല്ല കൺട്രോളുള്ള നായ്ക്കൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേവദാസൻ സൂക്ഷിച്ച് നിരീക്ഷിച്ചപ്പോൾ ഒരു കാര്യം കണ്ടെത്തി. എന്താണെന്നറിയോ? ഈ നായ്ക്കള് ഈ മാൻപേടനെ പിടിക്കുന്നില്ലെങ്കിലും ഈ നായ്ക്കളുടെ എല്ലാം വായിൽ വെള്ളം വന്ന് നിറഞ്ഞിട്ട് വെള്ളം ഇറക്കി പിന്നെ നോക്കിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ചില നായ്ക്കൾക്ക് ഈ വേട്ടമൃഗത്തെ കാണുമ്പോൾ വേട്ടനായ്ക്ക് ഉണ്ടാകുന്ന പോലെ അതിനെ ചാടി പിടിക്കാനുള്ള ആ ശരീരത്തിൻ്റെ ആ ഒരു ആക്രമണോത്സുകത ഉണ്ടായെങ്കിലും ആ നായ്ക്കൾ കൺട്രോൾ ചെയ്ത് ഒന്നും കൂടെ പൊങ്ങി അവിടെ ചന്തി കുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആനങ്ങൾ പിടിക്കുന്നില്ല, നല്ല കൺട്രോളുള്ള നായ്ക്കൾ. ഇങ്ങനെയാണ് പല ക്രിസ്ത്യാനികളും പാപം ചെയ്യാതിരിക്കുന്നത്. കാര്യം കുമ്പസാരവും പരിപാടികളെല്ലാം മുറയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും പാപത്തിൻ്റെ ആർത്തി ഉള്ളിൽ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പുറത്ത് കൺട്രോൾ ചെയ്ത് കർത്താവെ കൺട്രോൾ തരണേന്ന് പറഞ്ഞിട്ട് ഒരു നടപ്പ് നടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വിഡ്ഢിത്തം. ഇതിനു വേണ്ടി അല്ല കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. ഇതാണ് ക്രിസ്തീയ ജീവിതം. ചിന്തിക്കരുത്.
ഇതാണ് രക്ഷയുടെ ജീവിതം. ചിന്തിക്കരുത്. കള്ളുകൂടി ഇന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കുക. പുക ചില ചേട്ടന്മാർ പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് പുക വലിക്കാതിരിക്കാൻ പറ്റും. അതല്ല ക്രിസ്തീയ ജീവിതം. നിങ്ങൾ കള്ളു കുടിക്കാതിരിക്കുക ചെയ്യുന്ന ഇവിടെ പ്രസക്തമായ വിഷയമല്ല. അത് പാപം അതിൻ്റെ വേറെ പ്രശ്നം നിങ്ങൾ നേരിടേണ്ടി വരും. അതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായിട്ടുണ്ടോ? നിങ്ങൾ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചിട്ടുണ്ടോ? നിങ്ങൾ യേശു ക്രിസ്തുവിൽ രക്ഷ പ്രാപിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ വന്നോ? നിങ്ങൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഇപ്പം അറിഞ്ഞിരിക്കുന്നത്? നമ്മൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്നു, കുർബാനയ്ക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, രാത്രിക്ക് സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നു, കുരിശുമണി അടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യണില്ല. ആരും കുറിച്ച് കർത്താവിനുമാലാകെ ചെല്ലുന്നു. അങ്ങനെ നമ്മളൊരു ചെറിയ രീതികളൊക്കെ ഉണ്ട്. നമുക്ക് തെറ്റില്ല, അത് കീപ്പപ്പ് ചെയ്യണം. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുകൊണ്ടൊക്കെ രക്ഷയുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഈ സൈലന്റ് വാലിയിൽ കിടക്കുന്ന ഒരു കാട്ടുകുരങ്ങനെ പിടിച്ച് പരിശീലിപ്പിക്കുക. എല്ലാ ദിവസവും രാവിലെ 6:45 പള്ളിമണി കേൾക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പള്ളിയിൽ പോകണമെന്ന് പഠിപ്പിക്കുക. ഒരു 10 വർഷം കണ്ടീഷൻ ചെയ്ത് നോക്കിയേ. പിന്നെ പള്ളിമണി കേട്ടാൽ മതി. നേരെ എവിടെ ഉണ്ടാവും അത്? പിന്നെ കിണികിണി എന്നുള്ളൊരു മണി അടിക്കുന്ന സമയത്ത് കുമ്പിടാൻ പഠിപ്പിച്ചാൽ ആ കിണികിണി എന്നുള്ള മണി അടിക്കുമ്പോൾ അതിങ്ങനെ കുമ്പിടും. പിന്നെ അന്നാ പെസക തിരുനാൾ എന്നുള്ള പാട്ട് പഠിപ്പിച്ചാൽ അതിൻ്റെ മറുപടി ഭാഗം നന്നായിട്ട് പാടിക്കോളും. അല്ല, പഠിക്കില്ലെന്ന് നിങ്ങൾ തോന്നണ്ട. സംശയം ഉണ്ടെങ്കിൽ സർക്കസ് കൂടാരത്തേക്ക് ചെല്ല്. ഈ കാട്ടുമൃഗങ്ങൾ എന്തൊക്കെയാണ് അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്? നിത്യാഭ്യാസി ഏത് മൃഗത്തെ പിടിച്ച് കണ്ടീഷൻ ചെയ്താലും കുറേ വർഷങ്ങൾ കണ്ടീഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എന്ത് കണ്ടീഷൻ കൊടുക്കണോ അതനുസരിച്ച് പെരുമാറിക്കൊള്ളും. തത്തേനെ പിടിച്ച് കുറേ പഠിപ്പിച്ചു നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. തത്ത അത് തന്നെ പറയും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചില ശീലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നു വിചാരിച്ചൊന്ന് നിത്യരക്ഷയിലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആ പോലീസ് നായ്ക്കളെ പോലെയാണ്. ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ അല്ല. ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ അച്ചടക്കമല്ല. ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ അത് സെൽഫ് കൺട്രോളും അല്ല. ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായി സ്വാതന്ത്ര്യമാണ്. എന്താണ്? ആ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? ഇന്നത് നമ്മുടെ സ്വാതന്ത്ര്യം എന്താണെന്നുള്ള കാര്യം ഞാൻ തുറന്ന് പറഞ്ഞുതരാം. ചില അട്ടപ്പാടി പശുക്കളുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. എന്താണ് അട്ടപ്പാടി പശുക്കളുടെ പ്രത്യേകത? അട്ടപ്പാടിക്കാരത് കേട്ടിട്ടില്ല, ഇപ്പം ശരിക്കും കേട്ടോ. അട്ടപ്പാടി പശുക്കൾ ഡീസൻറ്റ് പശുക്കളാണ്. ഞാൻ പട്ടം കെട്ടിയപ്പോൾ മുതൽ അട്ടപ്പാടിയിലായതുകൊണ്ട് അട്ടപ്പാടി പശുക്കളെ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ പശുക്കളുടെ സ്വഭാവം ഇത് തന്നെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആ അട്ടപ്പാടി പശുവിനെ ഒരു സ്ഥലത്ത് കെട്ടിയിടാൻ കൊണ്ടുചെന്നാൽ പശു വളരെ ഡീസൻ്റാണ്. അവിടെ യജമാനൻ നിൽക്കണത്തോളം സമയം അവിടെ നിന്ന് ആ കുച്ചിയുടെ ചുറ്റുവട്ടത്തുള്ള പുല്ലൊക്കെ തിന്ന് നല്ല ഡീസൻ്റായിട്ട് അവിടെ നിൽക്കും. എന്നാൽ യജമാനൻ പോയി കഴിയുമ്പോൾ നമ്മുടെ അട്ടപ്പാടി പശു തല ഉയർത്തി നോക്കും. തല ഉയർത്തി നോക്കുമ്പോഴല്ലേ നമ്മുടെ ചാണ്ടിച്ചേട്ടൻ്റെ പറമ്പിൽ നല്ല നല്ല റോബസ്റ്റ വാഴകളെല്ലാം ഇങ്ങനെ കൊലച്ച് തൂങ്ങി കിടക്കണം. കരിമ്പുകളെല്ലാം ഇങ്ങനെ വളർന്ന് നിൽക്കണം. നെല്ലും തെങ്ങും തൈകളും വാഴത്തൈകളെല്ലാം അങ്ങനെ പുഷ്ടിയാർന്ന് വളർന്നു വരണം. നമ്മുടെ ചാണ്ടിച്ചേട്ടൻ ചോര നീരാക്കി പണിയെടുത്ത് മോട്ടർ കൊണ്ട് വെള്ളം അടിച്ച് നല്ല ഫാക്ടം ബോക്സ് വളമൊക്കെ ഇട്ട് അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്ന നല്ല നല്ല വാഴകളും തൈകളും എല്ലാം. പശു ഇവിടെ പുല്ല് തിന്നുമ്പോൾ പശു അത് കണ്ടപ്പോൾ പശു എന്താ ചിന്തിക്കുന്ന അറിയോ? ഈ പുല്ല് തിന്നതിന് ജീവിച്ചിട്ട് എന്ത് കാര്യം? തിന്നുകയാണെങ്കിൽ പശു പിന്നെ പുല്ല് തിന്നാൻ നോക്കണ്ട. പക്ഷെ പശുവിന് ഇപ്പം പുല്ല് തിന്നിട്ട് കയറുന്നില്ല. പശുവിന് പുല്ല് തിന്നതോറും ഇത് തിന്നിട്ട് എന്ത് കാര്യം? തിന്നുകയാണെങ്കിൽ അത് തിന്നണം. പശു പതുക്കെ അറിയാതെ കയറും വലിച്ച് എവിടെ എത്തി? ചാണ്ടിച്ചേട്ടൻ്റെ പേരിലായി. ഞെട്ടിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യം പെട്ടെന്ന് പശു മനസ്സിലാക്കി. കയറിൻ്റെ നീട്ടം വേലിയുടെ അവിടം വരെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാൻ കയറിന് നീട്ടമില്ല. എൻ്റെ സഹോദരന്മാരെ ചതിച്ചില്ലേ? പശുവിൻ്റെ വലിയൊരു ജീവിത സ്വപ്നം അങ്ങനെ പൊലിയാൻ പോവാണ്. പക്ഷെ പശു വിട്ടില്ല കേട്ടോ. നമ്മൾ മലയാളികളുടെ അതേ സ്വഭാവമാണ് പശുവിന്. ഒരു നിസാര തടസ്സം വന്നാൽ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പശു അവിടെ നിന്ന് പിന്നെ ചിന്തിക്കാൻ തുടങ്ങി. കയറിന് ഇത്രത്തോളം നീട്ടമുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം യജമാനൻ ആഗ്രഹിക്കുന്നത് ഇത്ര വരെ പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അത്ര നീട്ടത്തിൽ കയറും കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പശുവിന് മനസ്സിലായി ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഇനി കയറിന് നീട്ടമില്ല. ഇനി അപ്പുറത്തെ വേലിക്ക് അപ്പുറത്തുള്ള വാഴ തിന്നണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ കയറ് പൊട്ടിക്കണം, അല്ലെങ്കിൽ കുറ്റി പറിക്കണം. കയറ് പൊട്ടിച്ച് തിന്നാലോ എന്ന് പശു ചിന്തിച്ച്, അങ്ങനെ കയറ് പൊട്ടിച്ച് തിന്നാന്ന് ചിന്തിച്ച ഉടനെ പശു പറഞ്ഞു വേണ്ട, ഒരിക്കലും വേണ്ട എന്ന് പശു തീരുമാനം എടുത്ത്. എന്താ കാരണം? പണ്ടൊരു നാൾ കയറ് പൊട്ടിച്ച് തിന്ന് യജമാനം വന്ന് പൊതിരെ അടിച്ച് ആ അടിയുടെ വേദന, അടിയുടെ തൊലി പൊട്ടിയെന്ന് മാത്രമല്ല
ഇപ്പോഴും എൻ്റെ വേദന മാറിയിട്ടില്ല. അതിൻ്റെ പാടും വ്രണങ്ങളൊക്കെ എപ്പോഴും ശരീരത്തിലുണ്ട്. എന്താ അതിൻ്റെ പേരെന്നറിയോ? എയ്ഡ്സ്. കയറ് പൊടിച്ച് തിന്നതാ. പ്രൈസ് ദ ലോർഡ്. എയ്ഡ്സ്. പ്രൈസ് ദ ലോർഡ്. ഈ കുറ്റി കയറെന്നൊക്കെ പറഞ്ഞ എന്താ? അതാണ് ദൈവകൽപ്പനകൾ 10ഉം തിരുസഭയുടെ കൽപ്പനകൾ 5ഉം. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും പശു പറഞ്ഞ് നോനോനോ കുറ്റി കയറ് പൊട്ടിച്ചുള്ള തീറ്റ വേണ്ടാന്ന് പശു ചിന്തിച്ച്. ഇനി കയറ് പൊട്ടിക്കാതെ എങ്ങനെ ചെയ്യുന്നു? അപ്പോഴാണ് കുറ്റി പറിക്കും. കുറ്റി പറിച്ച് തിന്നാലോ എന്ന് പശു ചിന്തിച്ച്. അപ്പോഴാണ് പശു പറഞ്ഞു വേണ്ടേ വേണ്ട, ഒരിക്കലും വേണ്ട. കാരണം പണ്ടൊരു നാൾ കുറ്റി പറിച്ച് തിന്നു, അന്ന് വീട്ടിലെത്തുന്നത് വരെ പൊതിരെ അടി കിട്ടി. അപ്പം അതുകൊണ്ട് കുറ്റി പറിച്ച് തിന്നണ്ടെന്ന് പശു തീരുമാനിച്ച്. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അപ്പോൾ പശുവിൻ്റെ ചിന്ത എങ്ങനെയാണ്? കുറ്റി പറിക്കാതെ കയറ് പൊട്ടിക്കാതെ എത്രത്തോളം തിന്നാം? അത് കുഴപ്പമില്ലല്ലോ. അത് കുഴപ്പമുണ്ടോ? ദൈവകൽപ്പന ലംഘിക്കാതെ, തിരുസഭയുടെ കൽപ്പന ലംഘിക്കാതെ കാണാവുന്നിടത്തോളം പോകാവുന്നിടത്തോളൊക്കെ പോകാമല്ലോ അല്ലേ? തൊടുന്നതൊന്നും ലംഘിച്ച് മുടക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ധ്യാനം കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ആദ്യ വെള്ളിയാഴ്ച ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് തിരിച്ച് വീട്ടിൽ ചെല്ലുകയാണ്. ടി വി കാണാൻ ശരിക്കും അനുവാദം ഉണ്ടോ? പറ. ടി വി ഇല്ല. ഇല്ലേ? ഉണ്ട്. അതായത് ന്യൂസൊക്കെ കാണണം വേണ്ടേ? അതുകൊണ്ട് ന്യൂസ്, പിന്നെ അഭിഷേകാഗ്നി, അൽഫോൻസാം അങ്ങനെയൊക്കെ കാണണം. അതുകൊണ്ട് മാതാവൊക്കെ വരും, അത് കാണണം. അതുകൊണ്ട് ടി വിയിൽ ചില നല്ല കാര്യങ്ങൾ അത് കാണണം. മിശിഹാ ചരിത്രം വരും, അത് കാണണം. അപ്പം നല്ല കാര്യങ്ങൾ വരും, അത് കാണണം. ചീത്ത കാര്യങ്ങൾ വരും, അത് വേണ്ട. അപ്പം അതുകൊണ്ട് ധ്യാനം കൂടി നമ്മുടെ ചേട്ടനൊരു തീരുമാനം എടുത്ത് ടി വി ഓണാക്കാൻ തെറ്റില്ല, പക്ഷേ അതിനകത്ത് ചീത്തയായ കാര്യങ്ങൾ ഇനി കാണണ്ട. സമ്മതിച്ചല്ലോ? അങ്ങനെ നിങ്ങൾ ടി വി ഓണാക്കി. പാപമുള്ള കാര്യങ്ങൾ വന്നാൽ അപ്പം കണ്ണടയ്ക്കുന്ന തീരുമാനം. എന്നിട്ട് പാപം പോയിട്ട് പിന്നെ കണ്ണ് തുറക്കുള്ളൂ. അങ്ങനെ നിങ്ങൾ ടി വി ഓണാക്കി. ഈ ചേട്ടൻ, മിസ്റ്റർ ചേട്ടൻ ധ്യാനം കൂടി ചേട്ടനാണ്. സെഗ്യോൻ ധ്യാനം കേന്ദ്രത്തിൽ ധ്യാനം കൂടി ചേട്ടനാണ്. അതുകൊണ്ട് പാപത്തോട് സന്ധിയിലാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാപം വന്ന് അപ്പം കണ്ണടയ്ക്കും. ഇനി പണ്ടത്തെ പോലെ അല്ല. അങ്ങനെ ടി വി ഓണാക്കി അദ്ദേഹം അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. പോട്ടെ, ഇന്ന് കുഴപ്പമൊന്നുമില്ല, ഇതൊന്നും പാപമൊന്നുമല്ല, ഇത് പോട്ടെ. പാപം വന്നാൽ വിജിലൻ്റ് ആയിരിക്കണം. എപ്പോൾ പാപം വരുന്നു അപ്പം കണ്ണടയ്ക്കും. പോട്ടെ, കുഴപ്പമില്ല. ഇത് പാപമാണോ? ഇല്ലില്ല, ഇതൊന്നും കുഴപ്പം, ഇതെല്ലാവരും കാണുന്നില്ല, ഇതൊന്നും സാരമില്ല. ഇതൊന്നും കുഴപ്പം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ നോക്കി ജീവിക്കാൻ പറ്റുമോ? ഒന്നും കുഴപ്പമില്ല. ശരി. ഇന്ന് കാര്യമായിട്ട് പാപമൊന്നും ഇല്ല ഇന്ന്. പോട്ടെ, കുഴപ്പം. പാപത്തിൻ്റെ ഒരു എന്തായി? സാക്ഷാൽ പാപം രംഗപ്രവേശം ചെയ്തപ്പോ കണ്ണടയ്ക്കാൻ മറന്നു എന്ന് മാത്രമല്ല, വായും കൂടെ പൊളിച്ചിരുന്നല്ലേ. ഇതാണ് പച്ചയായ മനുഷ്യൻ. ഈ മനുഷ്യന്റെ പേരാണ് ജഡപ്രകാരമുള്ള മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ജഡപ്രകാരമുള്ള മനുഷ്യന്റെ പ്രത്യേകത. അട്ടപ്പാടി പശു അപ്പം പശു ചിന്തിച്ചെങ്ങനെയാണ്? കയറ് പൊട്ടിക്കാതെ കുറ്റി പറിക്കാതെ എത്രത്തോളം തിന്നാം. അപ്പോൾ വേരിയുടെ അവിടെ വരെ കയറുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നീട്ടാവുന്ന ഒരു അവയവം ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്? കഴുത്ത് ശരിക്കും നീട്ടും, വേലി ക്രോസ് ചെയ്തു. ഇനി നീട്ടാവുന്ന ഒരു അവയവം ഉണ്ടല്ലോ, നാവിന് മുമ്പ് മോന്ത ഒന്ന് തിരിച്ചു വെച്ച്, അപ്പം വാഴയുടെ അടുത്ത് വരെ എത്തി. ഇനി നീട്ടാവുന്നതാണ് നാവ്. ശരിക്കും ഒരു 1.5 നീട്ടി പിടിച്ചപ്പോൾ നമ്മുടെ ചാണ്ടിച്ചേട്ടൻ്റെ റോബസ്റ്റ് വാഴയുടെ കൈ പിടുത്തം കിട്ടി. ഒറ്റ വലി വേണ്ട കിടക്കണം. നമ്മുടെ ചാണ്ടിച്ചേട്ടൻ്റെ വാഴക്കൊലല്ല അങ്ങടെ പശു അതെല്ലാം തിന്നു. തെങ്ങും തൈ തിന്നു, കമുകും തൈ തിന്നു, നെല്ല് തിന്നു, കരിമ്പ് തിന്നു, എല്ലാം തിന്നു മുടിച്ച് വെളുപ്പിച്ചിട്ട് പശു കുച്ചിയുടെ അടുത്ത് വന്ന് യജമാനൻ വരുമ്പം യേശുവേ സ്തോത്രം, യേശുവേ. പരിശുദ്ധനായ വിശുദ്ധ പശു. പ്രൈസ് ദി ലോർഡ്. രാത്രിക്ക് സന്ധ്യാപ്രാർത്ഥന മൂപ്പര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം യജമാനൻ വന്ന് നോക്കുമ്പോൾ ചാണ്ടിച്ചേട്ടൻ്റെ പറമ്പിൻ്റെ ഒരു ഭാഗം എല്ലാം വെളുപ്പിച്ചിട്ടിട്ടുണ്ട്. ഈ പശുവോ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്താ പ്രാർത്ഥന, എന്താ തീഷ്ണത! ഇതല്ലേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് ക്രിസ്തീയത, എന്ത് ആത്മീയത, എന്ത് പ്രാർത്ഥന, എന്ത് വിശുദ്ധി!
പ്രൈസ് ദി ലോർഡ്. ഒക്കെ ജഡത്തിൻ്റെ മനുഷ്യന്മാർ തന്നെ. ഹല്ലേലൂയ. ഇങ്ങനൊരു ജീവിതത്തിന് വേണ്ടി അല്ല കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് നമുക്ക് സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയിട്ടാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം. യോഹന്നാൻ 8:36 വചനം പഠിപ്പിക്കുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാകും. പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള ജീവിതം എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പാപത്തിൻ്റെ മേഖലകളിൽ സ്വാതന്ത്ര്യമുള്ള ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. അതെന്താ പാപത്തിൻ്റെ മേഖലകളിൽ സ്വാതന്ത്ര്യമുള്ള ജീവിതം? പാപത്തിൻ്റെ മേഖലകളിൽ സ്വാതന്ത്ര്യമുള്ള ജീവിതം എന്ന് പറഞ്ഞൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ഐസ്ക്രീം അങ്ങേയറ്റം ഇഷ്ടമാണെന്ന് ഇരിക്കട്ടെ. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ. നിങ്ങളങ്ങനെ ഈ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ് ഇങ്ങനെ ദാഹിച്ച് ക്ഷീണിച്ച് വിശന്ന് പൊരിഞ്ഞ് നിങ്ങൾ മണ്ണാർക്കാട് ചെന്നിറങ്ങിയപ്പോൾ ഇതാ ഒരു വിജന സ്ഥലത്ത് ബസ് നിർത്തിയതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഈ ഒരു ഐസ്ക്രീം കിടക്കുന്നു. ആരോ ഛർദ്ദിച്ചിട്ടിരിക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ആരും കാണുന്നില്ല, എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി കടയിൽ പോയി, നിങ്ങൾ ഒറ്റയ്ക്ക് അത് കണ്ടിട്ടുള്ളൂ, വേറെ ആരും നിങ്ങൾ നോക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഐസ്ക്രീം കഴിക്കുക അതിൻ്റെ അടുത്ത് പോയി നിൽക്കുക. ധ്യാനത്തിന് പോയിട്ട് വരുമായിരുന്നു, അല്ലെങ്കിൽ നോക്കാമായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ താല്പര്യമുണ്ട് പക്ഷെ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ്, ദൈവത്തെ ഓർത്ത് ഉപേക്ഷിക്കാന്ന് പറഞ്ഞിട്ടാണ് പോണത്? അല്ല, അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് തോന്നും? ഒരു വെറുപ്പ്, ഒരു അറപ്പ് അതിനോട് തോന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ ജീവിതകാലത്ത് എന്നെങ്കിലും കണ്ടുമുട്ടി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചാൽ ആ വ്യക്തിക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ വിടുതൽ പാപസംബന്ധമായ കാര്യങ്ങളിലുള്ള വിടുതലാണ്. വീണ്ടും ജനിച്ചവൻ്റെ പ്രത്യേകത, അവൻ വീണ്ടും ജനിച്ചവൻ പിന്നെ ഈ ജഡപ്രകാരമുള്ള കാര്യങ്ങൾക്ക് അടിമയല്ല, പാപത്തിന് അവൻ അടിമയല്ല. കാണും, പാപകരമായ കാര്യങ്ങൾ അവൻ കാണും, പക്ഷേ അതിനെ അവൻ വെറുത്തു ഉപേക്ഷിക്കും. ഒരു ചീഞ്ഞ എലി നിങ്ങളുടെ സൂട്ട് കേസിൽ ഇരുന്നാൽ ആ പന്നിയെലി അല്ലെങ്കിൽ ആ എലി 5-10 ദിവസം ചീഞ്ഞ അഴുകിയിരിക്കുന്ന എലിനെ എങ്ങനെ അറപ്പോടെ നിങ്ങൾ എടുത്തുകൊണ്ട് കുഴിച്ചു മൂടുമോ, അതുപോലെ സ്വന്തം ജീവിതത്തിൽ നിന്ന് പാപത്തെ വെറുപ്പോടെ ഉപേക്ഷിക്കുമെന്ന് മാത്രമല്ല, പാപസംബന്ധമായ സാഹചര്യങ്ങളോട് അറപ്പും വെറുപ്പും നമുക്ക് തോന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ജീവിതം എന്തെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ആ വ്യക്തിയെ ഏത് പാപത്തിൻ്റെ നടുവിലേക്ക് വലിച്ചെറിഞ്ഞാലും ആ പാപത്തിൻ്റെ നടുവിൽ പാപം ചെയ്യാത്തവനായി ജീവിക്കാനുള്ള പവർ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അവൻ പാപത്തിന് അടിമയല്ല. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഗലാത്യയിലാണ് 5-ാം അധ്യായം 12-13 വാക്യങ്ങൾ. സഹോദരങ്ങളെ, ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ പാപസംബന്ധമായ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യമുള്ള ജീവിതമാണ്. അപ്പൊ 2 തരത്തിലുള്ള ജീവിതമുണ്ട്. ഒന്ന് ജഡപ്രകാരമുള്ള ജീവിതം, 2 യേശു ക്രിസ്തുവിലുള്ള ജീവിതം. പ്രൈസ് ദി ലോർഡ്. എന്താ ജഡപ്രകാരമുള്ള ജീവിതത്തിന്റെ പ്രത്യേകത? ജഡപ്രകാരമുള്ള ജീവിതത്തിന്റെ പ്രത്യേകത ഇങ്ങനെയാണ്: എത്രമാത്രം പള്ളിയിൽ പോയാലും, എത്രമാത്രം പ്രാർത്ഥിച്ചാലും, എത്രമാത്രം കുമ്പസാരിച്ചാലും അവൻ ജഡപ്രകാരമുള്ള വ്യക്തിയാണെങ്കിൽ, കുർബാന കഴിഞ്ഞാൽ, കുമ്പസാരം കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ വീണ്ടും ശരീരത്തിന്റെ പ്രവണതകൾ അനുസരിച്ചായിരിക്കും അവൻ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഞാനൊരു ഇടവക പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അവിടെ വിശുദ്ധനായ ഒരു കപ്പ്യാരെ കണ്ടു. ആ കപ്പ്യാരുടെ പ്രത്യേകത, അയ്യോ, ഇതുപോലൊരു കപ്പ്യാരെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നല്ല ഭക്തി, കൈകൂപ്പി കുർബാനയ്ക്ക് നിൽക്കും. പിന്നെ ആ ആൾക്കാരുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ശരിക്കും നടു ഇങ്ങനെ നേരെ ഇങ്ങനെ പോലെ ശരിക്കും കുമ്പിടും. പിന്നെ എല്ലാം നല്ല ഭയഭക്തികളോടെ ചെയ്യും.
അപ്പോൾ ഞാൻ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഈ കപ്പ്യാരുടെ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലക്ഷണമൊത്ത ഒരു കപ്പ്യാരെ കാണുന്നത്. അതുകൊണ്ട് ആ കപ്പ്യാരോടുള്ള മതിപ്പ് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു. ഞാൻ പറഞ്ഞു, കപ്പ്യാരായാൽ ഇങ്ങനെ വേണമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കുർബാന സന്തോഷത്തോടെ അർപ്പിച്ച് പൂർത്തിയാക്കി സങ്കീർത്തിയിൽ ചെന്ന് തിരുവസ്ത്രങ്ങൾ മാറിയിട്ട് പിന്നെ ധ്യാനം തുടങ്ങുകയാണ്. അപ്പോൾ ധ്യാനം തുടങ്ങുമ്പോൾ ലേശം ചൂടുവെള്ളം വേണം. അപ്പം ഞാൻ ചൂടുവെള്ളത്തിന് വേണ്ടി കപ്പ്യാരെ അന്വേഷിച്ചു. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കിട്ടി തൊണ്ട ചൂടാക്കിയിട്ട് നമുക്ക് പിന്നെ 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷയാണ്, ഒന്ന് തൊണ്ട ചൂടാക്കാന്ന് പറഞ്ഞ് ഞാൻ കപ്പ്യാരെ അന്വേഷിച്ചു. കപ്പ്യാരെ കാണാനില്ല. കപ്പ്യാരെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. കപ്പ്യാരെ അന്ന് കൈക്കാരൻ ചേട്ടൻ വന്നു. കൈക്കാരൻ ചേട്ടൻ നമ്മുടെ കപ്പ്യാർ ചേട്ടൻ എന്ത് എനിക്കുള്ള ചൂടുവെള്ളം വേണം. കൈക്കാരൻ ചേട്ടൻ പറഞ്ഞു, കപ്പ്യാരെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പുള്ളി പോയി. അപ്പം ഞാൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു മുറിക്കകത്തുനിന്ന് ഗുമാന്ന് പറഞ്ഞ് പുകയൊക്കെ ഉയരുന്നുണ്ട്. അപ്പം ഞാനെന്ന് വിചാരിച്ച് നമ്മൾ പറയാതെ തന്നെ കപ്പ്യാർ ഇത് മുൻകൂട്ടി മനസ്സിലാക്കി നമുക്ക് വേണ്ടി ചൂടുവെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കപ്പ്യാർ വാതിൽ തുറന്നിട്ട് ഒരു പമ്മി പരിങ്ങി ചിരിയോട് കൂടി മുഖമൊക്കെ തുടച്ചിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. കപ്പ്യാർ അടുത്തേക്ക് വന്നപ്പം ചീഞ്ഞ പുകവലിയുടെ ചീഞ്ഞ മണം. ഞാൻ ചോദിച്ചു, കപ്പ്യാരെ എവിടെയായിരുന്നു ചോദിച്ചു. കപ്പ്യാരെന്താ ചെയ്തിരുന്നേ? ഈ 1 മണിക്കൂർ നേരം കുർബാനയുടെ സമയത്ത് പുകവലിക്കാത്തതിൻ്റെ ക്ഷീണം മുഴുവൻ തീർത്തതാണ്. 3-4 എണ്ണം ഒരുമിച്ച്, അതാണ് ഗുമുഖമെന്ന് പറഞ്ഞ് പുക മുകളിലേക്ക് വന്നത്. ഞാൻ ഷോക്കടിച്ചു പോയി. 2 മിനിറ്റ് മുമ്പാണ് ഭക്തിപൂർവ്വം അയാൾ കുർബാന സ്വീകരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആ ഭക്തിയും പ്രാർത്ഥനയും കണ്ട ആരും സമ്മതിച്ചു പോകും. പക്ഷേ എന്തായി സ്ഥിതി? കുർബാന തീർന്നില്ല, ഓടിപ്പോയി ആദ്യം ചെയ്തെന്താ? പുകവലിച്ച്. ജഡത്തിന് അതാണ് പറയണത്, മാംസത്തിൽ നിന്ന് ജനിച്ചത് മാംസമാണ്, മാംസം മാംസത്തിൻ്റെ സ്വഭാവം കാണിക്കും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, നിക്കോദേമോസേ, നീ വീണ്ടും ജനിക്കണം. മാംസത്തിൽ നിന്ന് ജനിച്ചത് മാംസമാണ്, മാംസം മാംസത്തിന്റെ സ്വഭാവം കാണിക്കും. വാട്ട് ഈസ് ബോൺ ഓഫ് ഫ്ലഷ് ഈസ് ഫ്ലഷ്, വാട്ട് ഈസ് ബോൺ ഓഫ് സ്പിരിറ്റ് ഈസ് സ്പിരിറ്റ്. ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാണ്, ശരീരത്തിൽ നിന്ന് ജനിച്ചത് ശരീരമാണ്. മാംസത്തിൽ നിന്ന് ജനിച്ചത് മാംസമാണ്, മാംസം മാംസത്തിന്റെ സ്വഭാവം എപ്പോഴും കാണിക്കും. ജഡപ്രകാരം ഇരുന്നു കൊണ്ട് ആത്മീയ മാർഗങ്ങളുടെ പല കാര്യങ്ങളും അഭ്യാസം കാണിക്കുന്ന പലരുമുണ്ട്. അഭ്യാസികളെ ശ്രദ്ധിക്കുക, ഈ അഭ്യാസം കൊണ്ട് ആരും സ്വർഗത്തിൽ ചേരുകയില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ചെയ്യുന്ന അഭ്യാസം അല്ല, യേശുക്രിസ്തു എന്ന വ്യക്തിയുമായി എത്രമാത്രം ബന്ധമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യേശുക്രിസ്തു എന്ന വ്യക്തിയും നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമുണ്ട്? യേശുക്രിസ്തു എന്ന വ്യക്തിനെ നിങ്ങൾ ഹൃദയം കൊണ്ട് അംഗീകരിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു എന്ന വ്യക്തിനെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു എന്ന വ്യക്തിനെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ? യേശുക്രിസ്തു എന്ന വ്യക്തിയെ നിങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടോ? ദൈവപുത്രനെ സ്വന്തമാക്കാത്തതിന് ജീവൻ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.